ഹലോ. മഴ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പനി ഓടി നടക്കുകയാണ്. ഇവിടെയും എല്ലാവർക്കും പനി വന്നേക്കായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ കഴിയുമ്പോൾ ഓരോരുത്തർക്ക്. അങ്ങനെ എൻ്റെ കഴിഞ്ഞ് ഞാൻ ഒന്ന് തല നേരെയാക്കിയപ്പോഴത്തേക്കും ഡോണുവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ചന്ദനം ചാരിയ ചന്ദനല്ലേ മണക്കുള്ളൂ. അപ്പോൾ ഡോണു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടായിരുന്നു ഇരുന്നത്. കാരണം അങ്ങനെ വല്ലാണ്ട്, അല്ലെങ്കിൽ പൊതുവേ അവൻ കഴിക്കലില്ല ഫുഡൊന്നും, ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ്. അപ്പോൾ പനിയും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് ടയേർഡായിപ്പോയി കേട്ടോ. എന്നാലും എത്ര ടയേർഡാണെന്നുണ്ടെങ്കിലും ചേട്ടൻ്റെ ആ കളിയും ചിരിയും അഭ്യാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണ് കുറച്ച് ആക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്, അവൻ എത്ര ടയേർഡാണെന്നുണ്ടെങ്കിലും എയ്തപ്പൻ്റെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയ്തപ്പൻ അവൻ്റെ കൂടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ കുറച്ച് ഇങ്ങനെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഞാൻ അവനെ കാണാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അനിയന് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവനെ കളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര മെച്യൂർഡായിട്ട് ചെയ്യാവുന്നതായിട്ട് എഴുതപ്പൻ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറച്ചൊന്ന് ആക്റ്റീവ് ആയപ്പോഴത്തേക്കും വീണ്ടും സൈഡായി കേട്ടോ. അപ്പോൾ അപ്പാപ്പനാണ് അവനെ തോളത്തിട്ടുകൊണ്ട് നടക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ എഴുതപ്പനെയും പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെ പോകണമെന്നുണ്ടെങ്കിലും കുറച്ച് ടോയ്സ് എന്തായാലും ഉമ്മയുടെ കയ്യിലുണ്ടാവും. അടങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യിൽ സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കും. പൊതുവേ ഏതപ്പനാണ് ഫ്രണ്ട് സീറ്റിൽ അമ്മാമ്മയുടെ കൂടെ ഇരിക്കാറ്. ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, അവൻ്റെ അടുത്ത് ആരും ഒന്നും പറയേണ്ട ആവശ്യം വന്നില്ല. ഇന്ന് ഫ്രണ്ട് സീറ്റിൽ ഡോണും അമ്മാമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചത് എന്ത് മറിമായം, അങ്ങനെ ഒരിക്കലും അവൻ ബാക്ക് സീറ്റിൽ ഇരിക്കാറുണ്ട്. പക്ഷേ പൊതുവെ ഒരു 90% അവൻ ഫ്രണ്ട് സീറ്റിൽ അമ്മാമ്മയുടെ കൂടെ തന്നെയാണ് ഇരിക്കാറുള്ളത്. ഇന്നിപ്പോൾ ഡോണിന് വയ്യാത്തതുകൊണ്ടായിരിക്കാം, അമ്മാമ്മ ഇങ്ങനെ തോളത്തൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ കണ്ടിട്ടായിരിക്കാം, ഒന്നും പറയാണ്ട് ആരോടൊരു കംപ്ലൈൻറ്റ് പറയാണ്ട് അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാണ്ട് അവൻ തന്നെ ബാക്ക് സീറ്റിലേക്ക് വന്നിരുന്നിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായിട്ടാണ് കേട്ടോ തോന്നിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണ് വീണ്ടും സൈഡായിരുന്നു കേട്ടോ. ഏതപ്പൻ അപ്പോഴും സൈലൻ്റ് ആയിട്ട് അവിടെ ബാക്കിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം നമ്മളിവരെ ഹോമിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഹോമിയോ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ മാളവള്ളിപ്പുറം പള്ളിക്ക് ഓപ്പോസിറ്റാണ് കേട്ടോ ഹോമിയോ ഡോക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് നമ്മൾ നേരെ പള്ളിയിലൊക്കെ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഏതപ്പന് കിട്ടാനും ചാൻസ് ഉള്ള കാരണം ഏതപ്പന് മരുന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വയ്യാഴിയൊന്നും ഇല്ലാണ്ട് മരുന്ന് കൊടുക്കണ്ട, അത് ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്താണല്ലോ, കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കയറി മരുന്നൊക്കെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് നേരെ വീട്ടിൽ പോയി ഇനി ഫുള്ള് റെസ്റ്റാണ് കേട്ടോ.